പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ അറിയാം, സകലമാന കേരളത്തിൽ സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളും ഉണ്ടാകും. കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയാണ് കേരളത്തിലെ പല ടൂറിസം കേന്ദ്രങ്ങളെയും പിന്നോട്ടടിപ്പിക്കുന്നത്. മതിയായ റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് വിനോദസഞ്ചാരികളെ മാറ്റി നിർത്തുന്നു. ഇത്തരം പരിമിതികളെ മറികടക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി. പാലാ MLA മാണി സി കാപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലാ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് ഇലവീഴ പൂഞ്ചിറയും ഇല്ലിക്കക്കല്ലും. വളരെയേറെ ടൂറിസത്തിന് സ്കോപ്പുള്ള, നാളുകളിൽ ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ വരാവുന്ന, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറാൻ പോകുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഇല്ലിക്കക്കല്ലും ഇലവീഴ പൂഞ്ചിറയും. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. ഇത് ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള റോഡിന്റെ തുടക്കമാണ്. 10-12 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത വളരെ ദയനീയമായ സ്ഥിതിയിൽ കിടന്ന 5.5 കിലോമീറ്റർ റോഡാണ് ഇന്ന് അന്താരാഷ്ട്ര ലെവലിൽ ടാർഗെറ്റിയിരിക്കുന്നത്. ഞാൻ ഉപതെരഞ്ഞെടുപ്പിന് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുമ്പോൾ ആ ഘട്ടത്തിൽ ഇവിടെ നിന്നും 5.5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് ജീപ്പുകാർ വാങ്ങിച്ചിരുന്നത് 1500 രൂപയാണ്. പലരും കൂടി ഷെയർ ചെയ്താണ് അവർ യാത്ര ചെയ്തിരുന്നത്. അതിൽ നിന്നും മാറി ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് ചാടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്, ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക്. ആ റോഡ് ഇത്രയും ഭംഗിയായി വന്നു കഴിഞ്ഞു. റോഡുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നോക്കിയാൽ മേലുകാവ് കാണാം. റോഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? എവിടുന്നാ വരുന്നത് നിങ്ങളുടെ? കായംകുളം. ഇപ്പൊ എത്ര രാവിലെ തന്നെ എത്തി? ഇതെങ്ങനെയാ അറിഞ്ഞിങ്ങനെ ഇല്ലിക്കക്കല്ല് ടൂറിസ്റ്റ് സ്റ്റേഷൻ? വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സിനിമ കണ്ടിട്ടാണ് ഈ സ്പോട്ടിൽ വന്നത്. അടിപൊളി സ്ഥലമാണ്. ഇല്ല ആദ്യമായിട്ടാണ്. വൈപ്പിൻ, എറണാകുളം. പണി തുടങ്ങിയിട്ട് 10-12 വർഷമായിരുന്നു. 2019 നമുക്ക് നമ്മുടെ മാണി കാപ്പൻ വന്ന പിന്നെയാണ് വഴി നല്ല രീതിയിൽ പണിത് എല്ലാ ടൂറിസ്റ്റുകൾക്കും വരാവുന്ന കണ്ടീഷനായി. ടൂറിസ്റ്റുകൾ വർഷം പോലെ വരുന്നുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ച് ടൂറിസത്തിന് ഏക സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത്ര വികസിപ്പിച്ചെടുക്കുന്നുണ്ടോ എന്ന സംശയം എനിക്ക് ബാക്കി നിൽക്കുന്നു. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള കേരളത്തിൻ്റെ ടൂറിസം മേഖല വികസിപ്പിച്ചെടുക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് 18 വേണ്ടി G. ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA.